ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ എനിക്ക് നാളത്തേക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഗൈസ്. ഇപ്പം ഇങ്ങോട്ടേക്ക് നോക്കണോ എന്ന് ഒരു പിടിയില്ല. അപ്പോൾ നാളത്തേക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നമ്മൾ ഇന്നേ ഉറങ്ങണമല്ലോ. അപ്പോൾ നമ്മൾ കിടക്കാൻ പോവാണ്. ഇനി നാളെ രാവിലെ നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാം. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എണീച്ച് വന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഓർത്തിരുന്നു, പക്ഷേ എണീച്ചപ്പോൾ അതൊക്കെ മറന്നുപോയി. സോ ഇപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് ഫ്രഷായി റെഡിയായിട്ട് വന്നേക്കാണ്. റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഒരു ചായ ഇടാം. ഞാൻ ഫുഡ് കഴിക്കാൻ പോയില്ല, അപ്പോൾ ഫ്രണ്ട്സ് പോയപ്പോൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉപ്പുമാവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഇടാം. ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. കാണിക്കാനൊന്നും പറ്റില്ല, എന്നാലും ചായ റെഡി ആയിട്ടുണ്ട്. അവളെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി നോക്കണം ഗൈസ്. അവളെ നോക്കണ്ട, അവൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കണതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എടുത്തിട്ട് വന്ന ഉപ്പുമാവ്. നമുക്ക് എപ്പോഴും ശനിയാഴ്ച വൈകുന്നേരം സ്നാക്കായിട്ട് പഴമായിരുന്നു ഗൈസ് തരണത്. പക്ഷെ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് പേരയ്ക്ക തരുന്നത്. സീസണൽ ഫ്രൂട്ടൊക്കെ എന്നാണ് പറയണത്. അപ്പോൾ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാൻ ഞങ്ങൾക്ക് പഴമില്ല ഗൈസ്. നമുക്കിത് കഴിക്കാം. കുഴപ്പമില്ല, രാവിലെ എന്തെങ്കിലും തിന്നണ്ടേ. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്താടി ഇവരെന്തെന്നെ കളിയാക്കണം ഗൈസ്, ഞാൻ ഇങ്ങനെ പോണേന്. എന്നാലും ഞാൻ പോവാണ്. അപ്പോൾ ഫുഡ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം പിടിക്കാനുണ്ട്. അവൾമാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് വെള്ളം പിടിച്ചിട്ട് നിൽക്കാം. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കാൻ മെസ്സിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മെസ്സിലോട്ട് പോവാണ്. നല്ല വെയിലുണ്ട് ഗൈസ്. വിളക്ക് പോകണുണ്ടല്ലേ, ഇങ്ങനെയാണ് ഗൈസ് പോണത്. ഇവിടെ ഒരാൾ മുഖം പൊത്തി പോകണ്ട്, എന്തിനാണെന്ന് അറിയത്തില്ല. പുറയിൽ എന്തോ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ വരുമ്പോൾ കാട്ടിത്തരാവേ. ഓക്കെ, മെസ്സിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പം ഇന്നലെ നമുക്ക് സ്നാക്കായിട്ട് കിട്ടിയ പേരൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഗൈസ് ചെടി അങ്ങനെ കമ്പിയൊക്കെ ഇട്ടു. ഇനി നമുക്ക് കുളിക്കാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം. ഓക്കെ, ഇവളൊന്നും കുളിക്കാറില്ല ഗൈസ്. ഇവക്ക് കമ്പിയിട്ടാൽ നല്ലോണം മിണ്ടാൻ പറ്റില്ല. അതെന്നാന്നറിയില്ല, ഇവക്ക് നല്ല പെയിനുണ്ട്. അതുകൊണ്ടാവും. അത് കമ്പിയിട്ട് എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. പിന്നെ നമുക്ക് കുളിക്കാൻ പോകാം. കുളിക്കണതിന് പിന്നെ കുറച്ച് സ്കിൻ കെയർ അല്ല കേട്ടോ, സോറി, അതിൻ്റെ പേര് പറയണമെന്ന് അറിയില്ല. കുറച്ച് കോഫി സ്ക്രബും അതും ഇതൊക്കെ ഇട്ടങ്ങ് റെഡി ആവാം. ഓക്കെ, സ്കിൻ കെയർ തന്നെയാണെന്ന് എനിക്ക് പുറകിൽ നിന്ന് പറഞ്ഞെന്ന് ഗൈസ്. ഓക്കെ, അപ്പോൾ സ്കിൻ കെയർ ആദ്യം പിടിക്കാം ഗൈസ്. അപ്പം ഈ ടൂളിട്ട് ഇനി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാം. ഇതൊക്കെ ഉപയോഗിക്കണം നല്ലതാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ നമ്മൾ ഇതൊക്കെയാണ് ഉപയോഗിക്കണത് ഗൈസ്. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മളൊന്ന് ഫേസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അത് കുറേ വെള്ളം ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് അലോവേറ ജെല്ലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫേസ് റൈസ് ചെയ്യാം. നമ്മൾ ഫേസ് ഒക്കെ റൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു ½ പീസ് ടൊമാറ്റോ എടുത്ത് അതിലേക്ക് എന്താണ് കോഫി പൗഡറും കൂടെ എടുത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാൻ ഓർത്തു. നമുക്ക് സ്ക്രബ് ചെയ്ത് തുടങ്ങാം ഗൈസ്. ജെന്റലി കുറച്ച് ഒരു 2 മിനിറ്റ് സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒന്ന് ഫേസ് ജെന്റലായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഈ കാപ്പിപ്പൊടി ഇങ്ങനെ യൂസ് ചെയ്യാൻ അത്ര നല്ലതാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ചില വീഡിയോസ് ഇങ്ങനെ കാപ്പിപ്പൊടി യൂസ് ചെയ്യുന്നത് മോശമാണെന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്യാൻ നമ്മളിത് യൂസ് ആക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ പയ്യാണ് നമ്മൾ എന്താ പറയുക, എനിക്കിങ്ങനെ സംസാരിക്കാനൊന്നും അത്രയ്ക്ക് അറിയില്ല. ചുമ്മാ കുറേ ബ്ലോഗ് എടുക്കണല്ലാണ്ട്. അപ്പോൾ നമ്മൾ പയ്യൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മളൊരു ഫേസ് പാക്കും കൂടി ഇടാൻ പോവാണ്. ഇതാണ് എൻ്റെ ഫേസ് പാക്ക് ഗൈസ്. ഇതിൽ ബീട്രൂട്ട് പൗഡറും കടലമാവും തൈരും കൂടി ഇട്ടതാണ്. ഇതൊക്കെ തേച്ചാൽ വീണ്ടും എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഇതൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി അങ്ങിട്ടിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കുളിക്കാൻ പോകും ഗൈസ്.
ഗൈസ് അപ്പോൾ നമ്മൾ കുളിച്ച് റെഡിയായിട്ട് വന്നേക്കുവാണ്. നിങ്ങൾക്കൊരു കാര്യം പറയാൻ പറ്റുമോ? ഒന്നും ഞങ്ങൾ പുറത്ത് പോകണം, ജസ്റ്റ് ഇന്നൊന്നും തീരുമാനിച്ച കാര്യമാണ്. അപ്പോൾ പുറത്ത് പോകണം, അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, നിങ്ങൾ ഞാൻ കാണിത്തരാം. അപ്പോൾ നമുക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാം, എന്തായാലും പുറത്ത് പോകണമല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ മോയ്സ്ചറൈസറും ലിപ് ബാം ഒക്കെ ഇട്ട് സൺസ്ക്രീം ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് മേക്കപ്പും കൂടി ഇടണം. പക്ഷേ എനിക്ക് ഫോണിൽ നോക്കിയിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയുന്നില്ല ഗൈസ്. അപ്പോൾ സൈഡിൽ മിററൊക്കെ വെച്ചിട്ടാണെങ്കിലും സെറ്റ് ചെയ്ത് നോക്കി, പക്ഷേ പറ്റണില്ല. അപ്പോൾ മേക്കപ്പ് വീഡിയോ വളരെ വേറെ എന്താ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗായ്സ് നമ്മൾ റെഡി ആയിട്ടുണ്ട്, ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ പോയിട്ട് കാണാം, അല്ലെങ്കിൽ ഇവിടെ നിന്നാൽ പിന്നെ അടുത്ത സീനാവും ഗൈസ്. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ പോവാണ്. ചേട്ടനോട് പൈസയൊക്കെ കുറച്ച് പറഞ്ഞ ഒരു 80 രൂപയ്ക്ക് നമ്മൾ വിശാൽ മാർട്ട് വരെ പോവാണ്. അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് ഓർത്തു ഗൈസ്. അപ്പോൾ ഓക്കെ. ഗൈസ് അപ്പോൾ അവന്മാർ അവിടെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഈ ഷോപ്പിൽ അലൗഡ് അല്ല. സോ ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി, കാരണം റെസ്റ്റ് ചെയ്യാൻ ഓർത്തു. അവന്മാർ ഇപ്പോൾ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞ് ബില്ലടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ അവന്മാർ ഇങ്ങോട്ടേക്ക് വരും. കുറേ ടൈമായി ഗൈസ് ഇവിടെ നിൽക്കണു. ഇപ്പോൾ ഒരു 6 മണിയായി. സോ ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സിറ്റി സ്ക്വയർ മാളിലും കൂടി പോകാനുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നത്. അങ്ങനെ അവരൊക്കെ ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി വന്നപ്പോൾ നമുക്ക് പാനിപ്പൂരി കഴിക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. സോ തൊട്ടടുത്ത് തന്നെയുള്ള ചാട്ടുകടയിൽ വന്നിട്ട് നമ്മൾ പാനിപ്പൂരിയും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് പാനിപ്പൂരി കഴിക്കാൻ വന്നു. എന്തോ ദഹിപ്പൂരി പിന്നെ മസാല ചാട്ട് അങ്ങനെ എന്തൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബട്ട് നൈസായിരുന്നു ഗൈസ്, ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു 3 പ്ലേറ്റ് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത ഓട്ടോ എടുത്ത് സിറ്റി സ്ക്വയർ മാളിലോട്ട് പോവാണ്. മര്യാദ ഫ്രണ്ടിലാണ് കഴിച്ചിരിക്കുന്നത്. നമ്മൾ പോവാണ്. നമ്മൾ സിറ്റി സ്ക്വയർ മാൾ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റുഡിയോ, പാൻറ്റലൂൺസ് അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കയറി നോക്കാം, എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടോ നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ ബൂട്ട്സ് എങ്ങനെയുണ്ട്? എനിക്ക് ഈ ബൂട്ട്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദിസ് ബാഗ് ഓൾസോ ഗൈസ്, ഈ ബാഗ് അടിപൊളിയല്ലേ ഗൈസ്, നോക്കിക്കേ. ഇഷ്ടപ്പെട്ടു. ഈ ബാഗ് ആൻഡ് ദിസ് ബൂട്ട്സ് ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഇവിടെ നിന്ന് കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ നടന്ന് തന്നെ പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഒരു നാരങ്ങ വെള്ളം അടിക്കണ ഒരു ചെറിയൊരു ഷോപ്പ് കണ്ടു. ചേട്ടൻ അടിപൊളിയായിട്ട് നമുക്ക് നാരങ്ങ വെള്ളം അടിച്ചു തന്നു. പക്ഷേ ഉപ്പ് മാത്രമാണ് കഴിച്ചിട്ടുള്ളൂ. അത് നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തോ ഒരു പൊടിയൊക്കെ ഇടാൻ വന്നു, ചാട്ടിൻ്റെ പൊടി. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കുറച്ച് പഞ്ചസാരയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ മിനിസോയിലോട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് അങ്ങ് കറങ്ങി നടന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നോക്കി. എന്നിട്ട് 2-3 സാധനം മാത്രം അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കൂടെ ഉണ്ടായിരുന്ന 2 എണ്ണങ്ങൾ ഇറങ്ങാൻ കുറേ താമസിച്ചു. സോ ഞാനും ഡോണാപ്പയും കൂടി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയി. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. ഷോപ്പിന് കാര്യമായിട്ടും പറയാം, നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ടേബിളും കാര്യങ്ങളും അങ്ങനത്തെ സെറ്റപ്പാണ് വേണമെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്നു. നമുക്കൊരു മജ്ലിസ് സെറ്റപ്പായിരുന്നു വേണ്ടത്. അടിപൊളി ഫുഡാണ് ഗൈസ് ഇവിടുത്തെ. നമ്മുടെ നാട്ടിലെ മന്തി പോലെയല്ല, വേറെ ഒരു ടൈപ്പ് മന്തിയാണ്. പക്ഷേ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോ കയറി നമ്മൾ റൂമിലേക്ക് വിട്ടു ഗൈസ്. ഗൈസ്, ഞാനപ്പോൾ കിടക്കാൻ പോവാണ്. വീഡിയോ എടുക്കാൻ മറന്നതല്ല. ആകെ പുറത്തുനിന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഫോണിൽ ചാർജില്ലായിരുന്നു. സോ ഫോൺ അങ്ങ് കുത്തിയിട്ടു. പിന്നെ നാളെ നമുക്ക് അടുത്ത ഷിഫ്റ്റ് ഡ്യൂട്ടി തുടങ്ങണം. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് യൂണിഫോമൊക്കെ ബാക്കിൽ അങ്ങനെ യൂണിഫോം സ്റ്റെത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് വെക്കണം. അതിനുള്ള നോട്ട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. സോ അങ്ങനെയൊക്കെ നടന്ന് എല്ലാം എടുക്കാൻ മറന്നു ഗൈസ്. സോ നമ്മൾ വന്നു കുറേ ക്ലിപ്സൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം മറന്നുപോയി. പിന്നെ എങ്ങനെ എടുക്കണ്ടേ, എപ്പോഴാണ് എടുക്കണ്ടേ, അങ്ങനെ ഒന്നൊരു ഐഡിയ ഇല്ല. നമ്മളിങ്ങനെ തുടങ്ങി വന്നിട്ടുണ്ടല്ലോ, ഇന്നല്ലേ ഉള്ളൂ. സോ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം എല്ലാം റെഡി ആവുമെന്ന്.
അപ്പോൾ എല്ലാവരും ഡു സബ്സ്ക്രൈബ് സപ്പോർട്ട്. ഓക്കെ, എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനും എന്തൊക്കെ കോണ്ടന്റ് എടുക്കണമെന്നും ഒക്കെ നമ്മൾ നല്ലോണം പഠിക്കും. ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് നമ്മുടെ ട്രൈയിലും വീണാലോ. സോ നമുക്ക് നോക്കാം ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, തെറ്റും ശരിയൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്.